പരാതിക്കാരന് ടി ജിസ്മോൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ടി ജിസ്മോൻ, അങ്ങയുടെ പരാതിയാണ് ഏറ്റവും പ്രഥമമായി ടി മോഹൻദാസിന് എതിരെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അനുമോദിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ ടി ജിസ്മോൻ, വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കാനോ ഒരു പുരോഗമന സമൂഹം എന്ന നിലയ്ക്ക് അംഗീകരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ. ഒന്ന് വയലൻസ് ആണ്, വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലും, 3 തവണ ആകാശത്തേക്ക് വെടിവെച്ചാൽ പിന്നീട് നേരിട്ട് വെടിവെക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം. നമ്മുടെ പൗരന്മാരാണല്ലേ, നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാരെ വെടിവെച്ച് കൊല്ലുമെന്ന് ആക്രോശിക്കുക, സ്ത്രീകളെ അധിക്ഷേപിക്കുക, അപമാനിക്കുക, ഈ തരത്തിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയുള്ള പരാതിയിൽ ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ഇപ്പൊ പോലീസിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പരാതിയുടെ ഗൗരവം ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ DGPയെയും ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. വളരെ മനുഷ്യത്വരഹിതമായ ഒരു വംശീയ പരാമർശമാണ് ഈ മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്തരം പരാമർശം നടത്തുന്നത്. ഇതിനു മുമ്പും പലതവണ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല നിയമത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഞങ്ങൾ വെച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AIVFന്റെ നേതൃത്വത്തിൽ തന്നെ മാർച്ച് നടത്തുകയുണ്ടായി. വിവിധ യുവജന സംഘടനകളുടെയും മറ്റു സംഘടനകളുടെ എല്ലാം വനിതാ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ മാർച്ച് നടത്തുകയുണ്ടായി. കാരണം അവരെല്ലാം പ്രതിഷേധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം. ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല, നേരത്തെ ഇവിടെ അവതാരിക മാധു തന്നെ അത് പറയുകയുണ്ടായി. വളരെ ഗുരുതരമായ പരാമർശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആരും പ്രയോഗിക്കാൻ പാടില്ലാത്ത, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ചെറുമക്കളുടെ മാത്രം പ്രായമുള്ള മക്കൾക്ക് നേരെ നടത്തിയ ഒരു പരാമർശത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവരെ വെടിവെച്ചു കൊല്ലണമെന്ന് പറയുകയാണ്, അവരെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ള ഗുരുതരമായ പരാമർശങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സംഘടനകളുടെ എല്ലാം സംഘപരിവാർ സംഘടനകളുടെ എല്ലാം ഉന്നതമായ സ്ഥാനത്തിരുന്നാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയ പക്ഷമുണ്ട്, ഒരു സാമൂഹികമായ ഒരു പക്ഷമുണ്ട്. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തെ ജയിലിൽ അടക്കുന്നത് വരെയുള്ള വളരെ ശക്തമായ, അദ്ദേഹത്തിന് നിയമപരമായി ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ ഉറപ്പാക്കുന്നത് വരെ ഇതൊരു സമരം എന്ന് തന്നെ പറയാൻ കഴിയും. നിയമപരമായ പോരാട്ടത്തെ ഒരു സമരം എന്ന് തന്നെ പറയാൻ കഴിയും. ആ സമരവുമായി മുന്നോട്ട് പോകും, ഈ നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഇപ്പൊ അർജുൻ അയങ്കിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വളരെ ജാഗ്രത കാണിച്ചു. അതിനേക്കാൾ വലിയ വിപത്താണ് TG മോഹൻദാസ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിക്ഷ ഉറപ്പാക്കുന്നത് വരെയുള്ള നിയമ പോരാട്ടത്തിലും ശക്തമായ പ്രക്ഷോഭത്തിലും എല്ലാം മുന്നിലുണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ടി ജിസ്മോൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.